BJP ഇവിടെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കൊലയാളിക്ക് എങ്ങനെ ഫോറസ്റ്റ് അധികൃതരുടെ യൂണിഫോം കിട്ടി, അദ്ദേഹത്തിന് എങ്ങനെ തോക്ക് ഉപയോഗിക്കാൻ സാധിച്ചു, ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം കള്ളത്തോക്കാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് ഇല്ല. പക്ഷേ ഫോറസ്റ്റ് അധികൃതരുടെ യൂണിഫോം അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യം പോലീസ് അധികൃതരുടെ അന്വേഷണത്തിൽ ഭാഗമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാനും CPM പ്രവർത്തകർ ചപ്പാരപ്പടവിൽ കള്ളത്തോക്ക് നിർമ്മിക്കുകയും തോക്ക് ഉപയോഗിച്ച് വന്യജീവികളെ വേട്ടയാടുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേട്ടയാടപ്പെടുന്ന വന്യജീവികളുടെ ഇറച്ചി ഇദ്ദേഹം പരസ്യമായി വിൽക്കാറുണ്ട്. ഇതിനെതിരെ പോലീസ് അധികൃതർ യാതൊരു നടപടിയും എടുക്കുന്നില്ല. ഇല്ലെന്ന് മാത്രമല്ല, പരിയാരം പോലീസ് സ്റ്റേഷനിലെ പല ഉദ്യോഗസ്ഥർക്കും ഇങ്ങനെ കിട്ടുന്ന ഇറച്ചി അദ്ദേഹം സൗജന്യമായി കൊടുക്കാറുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം അനധികൃതമായി വേട്ടയാടുകയും വന്യജീവികളുടെ ഇറച്ചി സ്വീകരിക്കുകയും ചെയ്യുന്ന പരിയാരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് അധികൃതർ ഈ കേസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. കൊലയാളിയായ NK സന്തോഷുമായി പരിയാരം പോലീസ് സ്റ്റേഷനിലെ പല പോലീസ് അധികൃതർക്കും നല്ല ബന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ് BJPക്ക് പറയാനുള്ളത്. ഈ തോക്ക് സംഘത്തെ കണ്ടെത്താനും ഇവരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് അധികൃതർ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഈ തോക്ക് കണ്ടെടുത്തത് ഏതാനും സമയം കൊണ്ട് കണ്ടെടുക്കാമെന്നിരിക്കെ എന്തിനു വേണ്ടിയാണ് 22 മണിക്കൂർ വൈകിപ്പിച്ചത് എന്ന്, തോക്ക് കണ്ടെടുത്താൻ എന്തിനു വേണ്ടിയാണ് 22 മണിക്കൂർ വൈകിപ്പിച്ചത് എന്ന് അന്വേഷണ വിധേയമാക്കണം. നാട്ടുകാരാണ് പ്രതിയെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുന്നത്. ആ സമയം തന്നെ അവിടെ നിന്ന് കണ്ടെടുക്കാമെന്നിരിക്കെ പിറ്റേന്ന് വൈകുന്നേരം കൈതപ്പുറത്ത് വായനശാലയിൽ പൊതുദർശനത്തിന് വെച്ച് അവിടെ നിന്ന് ബോഡി കൊണ്ടുപോയതിന് ശേഷമാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നതും പ്രതിയെ അവിടെ കൊണ്ടുവരുന്നതും അദ്ദേഹത്തെ പോലീസ് അധികൃതർ കാണിച്ചു കൊടുക്കുന്നതും. തീർച്ചയായും മണിക്കൂറുകൾക്കകം ഇത് കണ്ടെത്താമെന്നിരിക്കെ എന്തുകൊണ്ട് വൈകിപ്പിച്ചു? ഇതുവരെയായും കള്ളത്തോക്ക് നിർമ്മാതാവായ ഈ സംഘത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. ഫോറസ്റ്റിൻ്റെ MRA ഷൂട്ടേഴ്സുമായി ഇദ്ദേഹത്തിനുള്ള ബന്ധം എന്താണ്? കൊലയാളിയായ സന്തോഷിന് ഫോറസ്റ്റ് MRA ഷൂട്ടേഴ്സുമായിട്ടുള്ള ബന്ധം എന്താണെന്നതിനെക്കുറിച്ചും അന്വേഷിക്കണം. നിലവിലുള്ള പോലീസ് സംവിധാനം, അന്വേഷണ സംവിധാനം തീർച്ചയായും മാറ്റണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. പരിയാരം പോലീസ് സ്റ്റേഷനിൽ തയ്യാറാക്കിയ FIR റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം ആ വീടിൻ്റെ പണിയെടുക്കാൻ വന്ന ആളെന്നാണ്. അദ്ദേഹം അങ്ങനെ ഒരു നിർമ്മാണ തൊഴിലാളിയല്ല. ഒരു നിർമ്മാണ തൊഴിലാളിയും അല്ലാതെ ഒരാളെ, സന്തോഷിനെ, എന്തടിസ്ഥാനത്തിലാണ് പോലീസ് അദ്ദേഹം നിർമ്മാണ തൊഴിലാളിയാണ് എന്ന് പറയുന്നു? രാധാകൃഷ്ണൻ്റെ വീട് പണി എടുക്കാൻ വന്നയാളാണെന്ന് പറയുന്ന അടിസ്ഥാനപരമായ കാര്യം FIRൽ ചേർത്തിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഇദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ചില ആളുകൾ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണം ഉണ്ടായ സമയത്ത് PP ദിവ്യയെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ട ആളാണ് ഇപ്പോൾ കൊലയാളിയായിട്ടുള്ള NK സന്തോഷ്. PP ദിവ്യയെ അനുകൂലിച്ച് പോസ്റ്റ് ഇട്ടു എന്ന് മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ മകൾ ശവസംസ്കാര സമയത്ത് ചിതക്ക് തീ കൊളുത്തുന്നതിനെയും വളരെ മോശമായ രീതിയിലാണ് വിമർശിച്ചുകൊണ്ട് ഈ സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന് CPM പ്രവർത്തകനാണ് ഇദ്ദേഹം. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞു, CPMൻ്റെ ഗൂഢാലോചന ഭാഗമായിട്ട് സംഭവിച്ചതല്ലെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ബോംബ് കഴുത്തിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും.